ഹലോ, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിനാണെന്നറിയാമോ? വേണ്ട, ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോസ് സ്ട്രിപ്സ് ആണേ. അപ്പം ഇതിൻ്റെ അകത്ത് 6 പീസസ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ. അപ്പോൾ എനിക്ക് തൽക്കാലം നോസിൽ മാത്രമേ ഈ സാധനം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നോസിൽ വെക്കുന്നത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ചിന്ന ഏരിയയിലും ഫോർഹെഡിലും അതുപോലെ ഈ ഒരു ഏരിയയിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെക്കുന്നതും കിട്ടും കേട്ടോ. അപ്പം എനിക്ക് തൽക്കാലം ഇത് മതിയായതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതനുസരിച്ചാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലീൻ ദ ഫേസ് വിത്ത് വാട്ടർ. അപ്പം ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നല്ലപോലെ ഒന്ന് ക്ലെൻസൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടോ ഞാൻ ജസ്റ്റ് സ്ക്രബും കൂടി ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. എന്തായാലും സ്ക്രബ് ഇടുന്നു ഫേസ് ഫുൾ ആയിട്ടേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഈ നോസിൻ്റെ ഏരിയയിൽ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ഹാർഷായിട്ടൊന്നും നമ്മൾ മസാജ് കൊടുക്കരുത് കേട്ടോ. ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ സ്ക്രബ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ലൈറ്റായിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത്രയും മതി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് ഫേസ് ഒന്നുകൂടി നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറിയൊരു നനവോടെ തന്നെ ഫേസിൽ നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സൂക്ഷിച്ച് നമ്മൾ ഇളക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇളക്കിയ വഴിക്ക് എൻ്റെ കയ്യിൽ കുറച്ചായി ഇത് ഇളകി വന്നില്ല കേട്ടോ. അണുങ്ങളൊന്ന് കീറി. അപ്പം വളരെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടി ഇതിൻ്റെ അറ്റത്ത് 2 പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് നോസിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കാവേ. തിരിഞ്ഞു പോയി. അപ്പം നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലപോലെ മുട്ടി ചെയ്തോളൂ. 10-15 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കണേ. അപ്പം നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പതുക്കെ ഇളക്കി നോക്കിയാലോ. ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര പെയിനൊന്നുമില്ല കേട്ടോ. നോസിൻ്റെ അടുത്തോട്ട് അത്യാവശ്യം പെയിനുണ്ട് കേട്ടോ. നല്ല ഒട്ടിയിരിക്കുകയാണ്. കണ്ണിന് ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അയ്യോ വരുന്നുണ്ട്, എന്തൊക്കെയോ കുറിപ്പുണ്ട് കേട്ടോ. ഇത് എടുത്ത് തരുന്നതിന് മുന്നേ ഞാൻ തുമ്മിച്ചാവും. ഇവിടെ അത്ര പെയിൻ വരുന്നില്ല കേട്ടോ. പക്ഷെ നോസിൻ്റെ അടുത്തോട്ട് സ്ഥലം ഈ ഒരു ഏരിയ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം പെയിനും കാര്യങ്ങളും. എനിക്ക് തുമ്മലും അതേപോലെ ആ ഒരു നോസിൻ്റെ അവിടെ ആ വലിയ എന്തോ ഒരു ഇത്
എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിതിൽ റിസൾട്ട് പറയാനുള്ളത്, എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത്. അപ്പം ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നിൽപ്പുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സണ്ണുള്ളിൽ തന്നെ പോയി ചെയ്യാം കേട്ടോ. ഇതിൽ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫംഗ്ഷൻ വല്ലതും വരുന്ന, അല്ലെങ്കിൽ സണ്ണുള്ളൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവേ. ഒരു 100% റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടത്തില്ല. നമുക്ക് അത്യാവശ്യം പൊങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ഞാൻ അധികം സജസ്റ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് റിസൾട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സൺവെയിൽ തന്നെ പോകട്ടോ. നമ്മളിപ്പോൾ ഫേസിൽ ക്ലെൻസ് ചെയ്തു, സ്ക്രബ് ചെയ്തു, അതേപോലെ ഇപ്പം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുത്ത് നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ട് ഇരിക്കുക. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ജെല്ലോ പാക്കോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് ഇട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ ഡേറ്റ് ഒക്കെ അടഞ്ഞു കൂടിയിരിക്കും കേട്ടോ.